നമ്മൾ പുതിയതായിട്ട് പറമ്പിൽ ചെയ്തൊരു വർക്ക് എൻ്റെ പുറകിൽ കാണണേ. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ. ഇത് ശരിക്കും പറമ്പിലുള്ള ഒരു സ്ട്രീമാണ്. അപ്പം നമ്മളിതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓൾറെഡി മീനുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ സൈഡ് ഇടിഞ്ഞെല്ലാം ചാടും. അപ്പം ഈട് കുത്തണമെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് അറിയാലോ. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഒരു സൗന്ദര്യം കൂടെ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ പഴയ കുറച്ച് ആസ്പെറ്റോസ് കിട്ടി. അപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ അതിരിൽ കുറച്ച് മുളയും കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആ മുള സൈഡിൽ അടിച്ച് താത്തിയിട്ട് എന്ത് ചെയ്തു, ആസ്പെറ്റോസ് വെച്ചങ്ങ് കെട്ടി. അപ്പം ആസ്പെറ്റോസും സെക്കൻഡ്സ് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇത് വർഷങ്ങളിങ്ങനെ കിടന്നോളൂ. എന്നിട്ട് സൈഡിൽ പൂഴിയിട്ട് ഫില്ല് ചെയ്തു. ഇതിൽ കുറച്ച് ഗ്രോ ബാഗും വെച്ചു. അതിലെല്ലാം തൈകളുണ്ട്. ഇതിനകത്ത് മീനുമുണ്ട്. ശരിക്കും ഒരു പെഡൽ ബോട്ടും കൂടെ ഇതിനകത്ത് ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ഇത് ശരിക്കും നമ്മുടെ ഈ പറമ്പിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം ഈ തൂമ്പിക്കട ഇവിടെ ചാടും. അങ്ങനെ ചാടുന്ന ഇത് നല്ല ഭംഗിയില്ലേ. ഞാനത് അങ്ങേ അറ്റത്ത് പോയിട്ട് ഇങ്ങോട്ടും കൂടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോൾ മണ്ണിടുമ്പോൾ ആസ്പെറ്റോസ് തള്ളിപ്പോകാതിരിക്കാൻ നമ്മളിങ്ങനെ ഒരു സ്റ്റേ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തള്ളിപ്പോകത്തില്ല മണ്ണിടുമ്പോൾ. പിന്നെ മഴവെള്ളമൊക്കെ പോകാൻ വേണ്ടി ഇതുപോലെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓസികൾ വന്ന് ഇങ്ങോട്ട് ചാടിക്കോളും. ഇവിടെ ഒരു മാങ്ങ കിടക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. ആദ്യത്തെ കൺമണി ഉണ്ടായതായിരുന്നു. അത് ചാടിയോ? അത് കിളി തിന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അവസാനിക്കണത്. അവിടെ ഒരു തോടാണ് പോണേ. തോടുമായിട്ട് അവിടെ ഒരു തൂമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോട്ടിൽ നല്ല വെള്ളം ഉള്ളപ്പോൾ അത് തുറക്കും. ഈ തെങ്ങ് കണ്ടോ? ഈ താഴെ ഉള്ളപ്പോൾ മുതൽ കാച്ചു തുടങ്ങിയതാണ്. തേങ്ങ കുറവാണ്.